ഹലോ, ഇന്ന് ഞാൻ എൻ്റെ റൂമിൻ്റെ മുഖച്ഛായ ഒന്ന് മാറ്റാൻ പോവാണേ. വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയ ചെറിയ പരിപാടികളാണ്. എന്തിനാണ് മുഖച്ഛായ മാറ്റണേന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. എന്നാലല്ലേ റൂമിലോട്ടൊക്കെ കയറുമ്പോൾ നമുക്കൊരു രസം ഉണ്ടാവുള്ളൂ. ഇത് പല ദിവസമായിട്ട് എടുത്ത വീഡിയോസാണ്, ഒറ്റ ദിവസത്തെ ഒരു വീഡിയോ ഒന്നുമല്ല. ഷെൽഫിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കിയിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ എടുക്കാനും ഞാൻ മറന്നിരുന്നു. കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ചെറിയ ചെറിയ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൂടെ ഞാൻ ഫുഡും കഴിക്കണുണ്ടായിരുന്നു. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. ഫുഡ് കഴിച്ചാൽ ഒരു ആരോഗ്യം ഉണ്ടാവുള്ളൂ പണിയെടുക്കാൻ. കാരണവന്മാരായിട്ട് അങ്ങനെ പറയാറ്, നമ്മളായിട്ട് എന്തിനാ തെറ്റിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രെയിംസ്, ഞാൻ ചെയ്തിരുന്ന ഫ്രെയിംസൊക്കെ മാറ്റി നമ്മൾ വേറെ പണിയിക്കാനായിട്ട് കൊടുത്ത് എടുത്ത ഫ്രെയിംസാണ് കേട്ടോ അത്. ഒക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ഇലയും പുല്ലൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേനും 2ാമത്തെ ദിവസമായി. അങ്ങനെ മേശയും കട്ടിലൊക്കെ ഒന്ന് മാറ്റി വേറൊരു രീതിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കർട്ടനുമ പണിയാം. ഒരു വെള്ള കർട്ടൻ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചതാണ് റൂമിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും പണിയണമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കധികം പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ടും ഏറ്റവും സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എളുപ്പം ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം റെഫറൻസസ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഒരു വെള്ള കർട്ടൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എനിക്ക് ഒരു പുല്ലും കൂടി കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ കർട്ടൻ എൻ്റെ കർട്ടനായിട്ട് വലിയ ഒരു ഹൈറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു, നല്ല നീളം കൂടുതലായിരുന്നു. അതുകൊണ്ട് കുറേ നമ്മൾ സൂചി കുത്തിയിട്ടാണ് നിർത്തിയേക്കുന്നത്. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടോ സത്യം പറഞ്ഞാൽ. കുറേ സമയം എടുത്തു ഇതിൻ്റെ പിന്നാലെ ഇരുന്ന്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് സഹായിച്ചു. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ എളുപ്പം തീർന്നു. അമ്മേനെ കണ്ടാൽ പിന്നെ നമ്മളെല്ലാവരും ഹെൽപ്പേഴ്സായിട്ട് കയറുകയാണല്ലോ പതിവ്. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മേനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഹെൽപ്പറായിട്ട് നിന്ന്, ബാക്കി അമ്മ ചെയ്തോളും എന്നുള്ളൊരു ഉറപ്പിൽ. അത് അമ്മ ചെയ്യുകയും ചെയ്തു കേട്ടോ, നല്ല വൃത്തിക്ക് ചെയ്തു. ഞാൻ ചെയ്തിട്ടൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. ഞാനിവിടെ പിടിക്കുമ്പോൾ കർട്ടൻ അങ്ങാട് പോവും, അങ്ങാട് പിടിക്കുമ്പോൾ ഇങ്ങാട് വരും. അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ കർട്ടൻ വിധത്തിൽ സെറ്റാക്കി അമ്മ വന്നപ്പോൾ സെറ്റായിട്ടോ, അതാണ് സത്യം. അത് കഴിഞ്ഞ് ഞാൻ പുല്ല് പിടിപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു. പുല്ലൊക്കെ ഞാൻ നിർത്തിയിരിക്കുന്നത് സേഫ്റ്റി പിന്നിലാണ് കേട്ടോ, അതാണ് എളുപ്പം. കർട്ടനും അധികം വെയിറ്റ് കൊടുക്കാനും പറ്റില്ല. ഒരു ട്രാൻസിഷൻ കണ്ടാലോ നമുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് കുറച്ച് ഫെയറി ലൈറ്റ്സ് ഞാൻ ഹാങ് ചെയ്തിരിക്കുന്നതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുമ്പോൾ പിന്നെ പോലും കുത്തി വെച്ചിട്ടില്ല. വെറുതെ വെച്ചപ്പോൾ അത് പിന്നെ ഇരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് പണിയാനും നിന്നില്ല. ബാക്കി നമുക്ക് കുറച്ചധികം പണികളുള്ളതുകൊണ്ട് നമ്മൾ വേഗം അടുത്ത പണിയിലോട്ട് കയറി. നേരെ മേശ വൃത്തിയാക്കി ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണമായിരുന്നു, റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി. ഇവിടെ റൂമിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ചില സമയത്തൊക്കെ ബെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടാൻ നല്ല രസമാണ് കേട്ടോ. കുറച്ചൊക്കെ ചേഞ്ച് നമുക്ക് തോന്നും, അല്ലെങ്കിൽ കുറച്ചൊരു ഡിഫറൻസ് തോന്നും നമുക്ക്. റൂമിലോട്ട് വരാൻ തന്നെ തോന്നും കേട്ടോ, അതാണ് സത്യം. എപ്പോഴും ഒരു രീതിക്ക് കിടന്നാൽ നമുക്ക് ബോറടിക്കില്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല രസമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇടുമ്പോൾ കുറച്ച് പണി എടുക്കണമെങ്കിലും പക്ഷേ നല്ല രസമുള്ള പരിപാടിയാണ്. റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന പാർട്ട് 2 ആയിട്ട് വരുന്നവരെ സ്റ്റിൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ടാറ്റ ബൈ, ലവ് യു ഓൾ.